എന്താ ഉത്തമ ചൂണ്ടയൊക്കെ ആയിട്ട്? ഞാനേ പാൽപ്പായസം ഉണ്ടാക്കുക. ചൂണ്ടയായിട്ട് മീൻ പിടിക്കാതിരിക്കണമെന്ന് മനസ്സിലാവൂല കണ്ടേ. അല്ല ഉത്തമ, ഈ മീനില്ലാത്ത കുളത്തിൽ വെറുതെ അങ്ങനെ ചൂണ്ടിട്ട് ഇരുന്നിട്ട് എന്താ കാര്യം? ആര് പറഞ്ഞു മീനില്ലാന്ന്? ഞാൻ ഇന്ന് രാവിലെ പല്ല് വെച്ചിട്ടിരിക്കുമ്പോ ഒരു മീൻ തീ നീളമുണ്ട്. എന്നെ പൊങ്ങിയത് ഇങ്ങനെയാണ് നോക്കി. എന്നെ കണ്ടതുകൊണ്ട് ഒറ്റ വിട്ടൽ വിട്ടു കളഞ്ഞു. അത് വല്ല വാൽമാക്രിയാവൂടാ. അമ്മാവാ, ഈ വാൽമാക്രിനെ മീനിനെ കണ്ട് തിരിച്ചറിയാനുള്ള പ്രായമൊക്കെ എനിക്കുണ്ട്. അത് മാത്രമല്ല, നിക്കറിട്ട് കാണുമ്പോൾ തുടങ്ങിയ ചൂണ്ടയിടല് എന്തുമാത്രം മീനിനെ പിടിച്ച് കയറ്റിയേക്കണം. എന്തായാലും ഒരു മീനുണ്ട് ഇതിനകത്ത്. അല്ല, ഇനിയിപ്പൊ അങ്ങനെ ഒരു മീനുണ്ട് എന്ന് വിചാരിക്കട്ടെ. ആ ഒരു മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ ഈ ചൂണ്ടിട്ട് സമയം കളയണോ? അമ്മാവാ, ഇനി ഒട്ടും സമയമില്ലാത്ത ഞാൻ ഈ ഉള്ള സമയത്ത് സ്വന്തമായിട്ട് ചൂണ്ടിട്ടൊരു മീനിനെ പിടിച്ചാ അത് വലിയ നഷ്ടമൊന്നുമില്ല അമ്മാവ. അതെ ഉത്തമ, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നേ. എന്താ മീനുണ്ടെന്ന് അറിഞ്ഞായിരുന്നു? അതല്ല, അസുഖത്തിന്റെ കാര്യേ. ഓ, എന്റെ അസുഖത്തിന്റെ കാര്യം. ഈ അവസരത്തിൽ ഉത്തമന്റെ വിഷമത്തിൽ എന്റെ ഖേദം ഞാൻ രേഖപ്പെടുത്തുന്നു. ആയിക്കോട്ടെ. ഉത്തമ, ഇങ്ങനെയൊക്കെ ഒരു അസുഖം വന്നു എന്ന് വിചാരിച്ച് ഇനിയുള്ള ജീവിതമെങ്കിലും നിരാശപ്പെട്ടിരിക്കരുത്. ഇല്ല, ഇനി ഞാൻ നിരാശപ്പെടുന്നില്ല. ഞാൻ നാളെ മുതൽ ഡാൻസ് അടിക്കാൻ പോവാ, ഡിസ്കോ. എവിടെ? എന്റെ പൊന്നെ, ചാവാമാണ് എന്നോട് ഇങ്ങനെയൊക്കെ ഒന്ന് വർത്താനം പറയാൻ നിങ്ങളുടെ തലക്കുമല്ല എന്തുകൊണ്ടാ? അതല്ല ഉത്തമ, ഞാൻ ഉദ്ദേശിച്ചതേ. അതെ, സത്യത്തില് ഉത്തമനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ് മാഡം. ഈ അമ്മാവന്റെ തലയിലെ വെള്ളം പറ്റിപ്പോയ ചാവാൻ പോണ എന്നെ എന്തിനാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്? ഞാൻ പറയാം. ഉത്തമൻ മരിച്ചു കഴിഞ്ഞാലും ജീവിക്കും. കൂടെ നടന്നു ഇതുപോലെ തന്നെ ഭ്രാന്തായി പോവും. മരിച്ചിട്ട് ഞാൻ എങ്ങനെ ജീവിക്കും? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിരുന്നുണ്ട്? ഞാൻ പറഞ്ഞത് മനസ്സിലാകാഞ്ഞിട്ടാ. ശരിക്കും പിടുത്തം കിട്ടില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. അതായത് ഉത്തമൻ മരിച്ചാലും ഈ നാടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ശരിയാ, ഇപ്പഴെനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയത്. എന്റെ സഞ്ചയനത്തിന് വേണം ഇവിടുത്തെ പഞ്ചായത്ത് കുളം ക്ലീൻ ചെയ്യാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ റോഡ് കാര്യങ്ങൾ, പിന്നെ നിർദ്ധനരായിട്ടുള്ള 3 പെൺകുട്ടികളെയും വിവാഹം കഴിച്ചു വിടണം. നിങ്ങൾക്ക് പ്രാന്താണോ? ഈ ചാവാൻ പോണ അല്ലെ ചത്ത് കഴിഞ്ഞിട്ട് ഞാനെന്ത് ചെയ്യാൻ ഇവിടെ? അയ്യോ, ഞാൻ പറയുന്ന അങ്ങോട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഗ്രിപ്പ് കിട്ടാത്തത്. അല്ല, അതായത് ഉത്തമ, ഞാൻ പറയാം. അതായത് ഉത്തമ, ഇപ്പൊ ഉദാഹരണത്തിന് ഉത്തമൻ മരിച്ചു കഴിഞ്ഞിട്ട് ഉത്തമന്റെ കണ്ണുകൾ ആർക്കെങ്കിലും ദാനം ചെയ്ത ആ കണ്ണുകളിൽ കൂടെ ഉത്തമ ഈ ലോകം കാണും. അടിപൊളി. എന്റെ ശരീരത്തിൽ കണ്ണിരുന്നിട്ട് കണ്ട കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ പുള്ളിയല്ല. അപ്പോഴാണ് ഇത് വേറൊരു ശരീരത്തിൽ ചെന്ന് കാഴ്ച കണ്ടിട്ട് ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. അയ്യോ, കണ്ണു വേണോ? ഞാൻ പറഞ്ഞത് മനസ്സിലായിരുന്നോ? എനിക്ക് മനസ്സിലായി. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാവോ? അതായത് ഉത്തമ, ഈ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുമ്പോ അത് നമ്മൾ ചെയ്യുന്ന വലിയൊരു പുണ്യപ്രവൃത്തിയാണല്ലോ എന്നാണ് മാഡം ഉദ്ദേശിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഇത്ര നേരം പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ ഈ കാര്യം അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും കാര്യമായിട്ട് പറഞ്ഞുകൊണ്ട് എന്റെ കണ്ണ് മാത്രമല്ല, എന്റെ ശരീരത്തിന് എന്തൊക്കെ ദാനം ചെയ്യാൻ പറ്റൂ അതെല്ലാം ദാനം ചെയ്യണം. പക്ഷെ മീശ മാത്രമേ കൊടുക്കൂല. അതാർക്കും വേണ്ടല്ലോ. അല്ലാലും മരിച്ചു കഴിയുമ്പോ ഞാനന്ന് മനസ്സിലാവൂല മീശ. അതേ ഉത്തമ, നീ മരണശേഷമാണ് മഹാനാവാൻ പോകും. അമ്മാവന്റെ ആ ഒരു കാര്യം പറ്റേ, അമ്മാവൻ പോയിട്ട് നല്ലപോലെ തലയിൽ എണ്ണ വെച്ചിട്ട് കുളിക്ക്, ഒന്ന് തണുക്കട്ടെ. മാഡം പറഞ്ഞ കാര്യമൊക്കെ ഇനി മനസ്സിലായി കേട്ടോ. ഞാൻ ചെയ്തോളാം എന്താന്ന് വെച്ചാ. ഉത്തമൻ ഇപ്പോഴാണ് ഉത്തമനായത്. സന്തോഷായിട്ട് മീനെ പിടിക്കണേ. അല്ല, മീനിപ്പോ പോയിട്ടുണ്ടാ, കണ്ണൊക്കെ ചോദിക്കാനായിട്ടുണ്ടാവും. മരിക്കാറാകുമ്പോഴും തമാശ. എന്റെ ദൈവം, എന്ത് കഷ്ടം നോക്കി. എന്റെ കണ്ണ് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? ആ കിട്ടണവന്റെ കഷ്ടകാലോ. ഇപ്പൊ തന്നെ ഒരാൾ വന്ന 2ആയിട്ടാ കാണുന്നത്. മൊത്തം മൂടലാ. വന്ന് പോത്ര. ഉത്തമേട്ടാ, അപ്പച്ചി ഉണ്ടാക്കിയ സദ്യ കഴിച്ചിട്ട് തൃപ്തിയായോ? തൃപ്തിയായെന്നാ? അതല്ലേ ഞാൻ ഈ ഇലയുടെ മുന്നിൽ എനിക്ക് പോകുന്നത്. പിന്നെ ചോറിട്ടോണ്ടിരിക്കല്ലേ. കൊറേ ചോറ് കഴിക്കണ്ടാട്ടോ, കൊടവയറ് വയ്ക്കും. മരിക്കാൻ പോണ എനിക്ക് കൊടവർ വന്ന എന്താ കുഴപ്പം സാഹിന? എതൊക്കെ മാമ അടിക്കടി മരിക്കുന്ന കാര്യം തന്നെ പറയുന്നത്. അല്ലെങ്കിൽ അവൻ എപ്പോഴും ഒരു കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് 2 പേർക്കും വിഷമമാണെങ്കിൽ ഇനി ഞാനത് പറയാനില്ല. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് അതൃപ്തി ഉണ്ട് കേട്ടാ.
മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണ്ടെന്ന് അത് തന്നെ ഉണ്ടാക്കി വെച്ചേക്കൂല്ലേ? എടാ കുന്തം, ഇത് മാമ്പഴ പുളിശ്ശേരി അല്ല, കുമ്പളങ്ങ പുളിശ്ശേരി. അത് അടിപൊളിയായിരിക്കൂട്ടെ. നീക്കി വെച്ചേ. ഇങ്ങോട്ടല്ല, അങ്ങോട്ട് നീക്കി വെക്കുക. അത് കണ്ടിട്ട് എന്താ പോലെ തോന്നണം. നീക്ക്. അമ്മേ, എനിക്ക് വേറൊരു ആഗ്രഹം കൂടി ഉണ്ട്. എന്താ മക്കളെ? ഞാൻ കുഞ്ഞിലായിരുന്നപ്പോ അമ്മ ഇങ്ങനെ ചോറ് ഉരുട്ടി ഉരുളയായിട്ട് എന്റെ വായി വാരി വെച്ച് തരില്ലായിരുന്നു. അതുപോലെ ഒരു ഉരുള ചോറ് എനിക്ക് തരൂ. അയ്യോടാ, എന്റെ മകൾക്ക് അമ്മ ഉരുട്ടി തരാലോ. അതെന്താ മാമ, ഞാൻ ഉരുള ഉരുട്ടി തന്നൂടെ? അല്ല, ആദ്യത്തെ ഉരുള അമ്മ തരട്ടെ, അടുത്തത് നീ തന്നായി. അത് ആദ്യം ഞാൻ ഉരുട്ടിയ ഉരുളൂല. നീ ഉരുട്ടിയാ ഉരുളും, പക്ഷെ അത് തമിഴ്നാട്ടിൽ പോയി ഉരുട്ടിയാ മതി. ഓ, ഉരുട്ടാൻ വന്നിരിക്കുന്നു. മാമിയാരെ കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് മാമാവക്ക് ഉരുള ഊട്ടി കൊടുക്കുന്നത് ഞാനാ. അപ്പൊ ഞാൻ തന്നെ വാരി കൊടുത്തോളാം. കല്യാണത്തിന് മുമ്പേ അവൻ ഉരുള ഉരുട്ടിക്കൊണ്ടത് ഞാനാ. അതിപ്പോ ഞാൻ തന്നെ കൊടുത്തോളാം. മാമാവക്ക് ഞാൻ തരട്ടെ. ഒന്ന് നിർത്തണ്ട. നിങ്ങൾ രണ്ടുപേരും കൂടെ പ്രശ്നം നിർത്തിട്ട് എനിക്ക് ഒരു ഉരുള ചോറ് കിട്ടുമ്പോ എന്റെ ആദ്യത്തെ ആണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അല്ല പിന്നെ കുറെ നേരം കൊണ്ട് ഇനി മിണ്ടരുത്. മിണ്ടി രണ്ടിന്റെ വായിൽ ഞാൻ ഓരോ ഉരുള കുത്തിക്കറ്റി വെക്കും ഞാൻ. ഉത്തമേട്ടാ, ഇനി നിനക്ക് ഉരുള ഉരുട്ടി തരണം. ഓ അതല്ല, ഈ കാര്യത്തിലേ അടിയന്തരമായിട്ടൊരു തീരുമാനം എടുക്കണം കേട്ടോ. ഈ അടിയന്തരമൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഞാനിവിടെ ഉണ്ടാവില്ല. ഞാൻ സ്പോട്ട് വിട്ട് പോയിട്ടുണ്ടാവൂലേ. അതൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അതല്ല, ഇവരുടെ ഈ വഴക്കിന്റെ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കണമെന്ന്. ഇവരുടെ വഴക്കിന്റെ കാര്യത്തിൽ ആ തീരുമാനം. എന്റെ കൊച്ചെ, എനിക്ക് ആകെ ഇനി 3 വെള്ളിയാഴ്ച ഉള്ളൂ. ഇവരോട് സംസാരിച്ചു വന്ന ഒരു 10 വെള്ളിയാഴ്ചക്കും വേണ്ടി വരും. മക്കളെ, അമ്മ ഒരു ഉരുള ഉരുട്ടി തരട്ടെ? വേണ്ട. എടാ, ഒറ്റ ഉരുള വേണ്ടാന്ന്. എന്നതെ ഇതുപോലത്തെ സദ്യ നാളെ ഉണ്ടാക്കട്ടെ. ഈ കറിയൊക്കെ സദ്യ നല്ലതാണ്, പക്ഷെ എല്ലാ ദിവസവും ഈ പച്ചക്കറി ഇതും കൂട്ടി തിന്നിട്ടുണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവൂല. എനിക്കൊരാഗ്രഹമുണ്ട്. എന്താ? അമ്മ സാധിച്ചു തരുമോ? എന്താണെങ്കിലും അമ്മ സാധിച്ചു തരും. നീ പറ. നമ്മുടെ വീടിന്റെ പുറകിലേ ഒരു ചുമപ്പ് നല്ല ചിക്കട്ടം കോഴി വരാറില്ല, പൂവൻ കോഴി. ഞാൻ വന്ന ദിവസം തൊട്ട് ഇതിനെ നോക്കി വെള്ളം ഇറക്കണതാ. അതിനെ കൊന്നെനിക്ക് കറി വെച്ച് തരുമോ? പിന്നെന്താടാ, അമ്മ പിടിച്ച് കറി വെച്ച് തരാമല്ലോ. നല്ല തേങ്ങാക്കോത്തൊക്കെ ഇളക്കി ചാന്നരിഞ്ഞ്. തീർച്ചയായിട്ടും. ഓ, അപ്പച്ചി, ആ കോഴി അങ്ങനെ കൊല്ലാൻ പറ്റൂല. എന്താ? അതെ, ഞാൻ അമ്പിളിക്ക് ഗൾഫിൽ നിന്ന് വരുമ്പോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ നിർത്തിയേക്കുന്ന കോഴിയാ. അമ്പിളിക്ക വരുമ്പോഴല്ലേ? ഷാഹിനക്കുട്ടി ഭയങ്കര ദുഷ്ട മനസ്സല്ലേ. ഒരാള് ചാവാൻ കിടക്കുമ്പോ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ സാധിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞ കഷ്ടം. അമ്പിളി ഇവിടെ എത്തുമ്പോഴേ ഞാൻ ചത്ത് അമ്പിളി അമ്മാവന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. എടാ, അത് ഇവളുമാരോട് നീ എന്തിനാ അനുവാദം ചോദിക്കുന്നത്? നമ്മള് കോഴിയെ കൊല്ലുന്നു. അടിപൊളി. എന്നാ പിന്നെ വേറൊരു കാര്യം കൂടി. ഷാഹിന് ഇപ്പൊ ബിരിയാണിയുടെ കാര്യം പറഞ്ഞില്ല, ഒരു സജഷൻ വെച്ചല്ല. അപ്പൊ ബിരിയാണി ആയിക്കോട്ടെ. ആയിക്കോട്ടെ. എന്നാ പിന്നെ ഇത് നാളത്തേക്ക് ആക്കണ, ഇന്ന് തന്നെ ആയ പോരെ? ആയിക്കോട്ടെ, ഞാനിപ്പോ പോയി കോഴിയെ പിടിച്ചോണ്ട് വരാം. കോസാരിയൊക്കെ മോചിടും. മരതകോ, അമ്മമാരുണ്ടാവണേ ഇതുപോലെ ഉണ്ടാവണം. കണ്ട കൂത്തിയിട്ടാ വായണത്. ഷാഹിന, നീ എന്താണെങ്കിൽ വിഷമിച്ചിരിക്കണത്? അതെ, ഞാൻ അപ്പുണ്ണിയുടെ കറുത്ത പശുവിനെ നോട്ടിട്ടത്. ഇതിപ്പോ കോഴിയിൽ ഒതുങ്ങിയില്ലേ? സന്തോഷിക്കല്ലാതെ ഇവിടെ അതൊന്ന് കാണിച്ചിട്ട് എന്താ കാണിക്കണം? ഉത്തമേട്ടാ, ഇല വിടുന്നോട്ടെ. ഞങ്ങൾ ഇല തൊട്ട് പോരുത്, ഇല നോക്ക്. എനിക്ക് ഇനിയും ചോറ് തിന്നണം. ചോറ് ഞാനീ വയറിന്റെ മടക്കൊന്നും നിർത്താൻ എണീറ്റല്ലേ. ഇട്. മതിയാ? ഇട്, ഞാൻ പറയുമല്ലോ. മതി. മാമായി അയ്യോ, അത് ഒഴിച്ചാ കുറച്ചോടെ ഒഴിച്ചു. ഒഴി. കഴിച്ചായിരുന്നോ? വേണ്ട, പിന്നെ കഴിച്ചോളാം. അല്ല, അങ്ങനെ കഴിച്ചില്ലെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കല്ലേ, അങ്ങോട്ട് തിരിഞ്ഞേക്ക്. ഇതെന്തോ നായ തൊട്ട കാലം പോലെ രണ്ടെണ്ണത്തിന് ഇവിടെ മാറ്റി വെച്ചിരിക്കണേ. എന്റെ അമ്മാവാ, ഒന്നും പറയണ്ട. ഞാനേ നന്ദിനിക്ക് രമണിക്ക് അവിടെ നന്നായിട്ട് നിന്നിട്ട് പിണ്ണാക്കിലൊക്കെ ആയിരുന്നു. അപ്പൊ എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ട് എന്തോ സംശയം ഉണ്ടെന്ന് പറഞ്ഞു കൊണ്ടതാ. ഇത്ര നേരെ ഇരിക്കണെന്നറിയോ? അവൾക്ക് അല്ലെങ്കിലും സംശയഭ്രാന്തല്ലാന്ന് എനിക്കറിയില്ല. നീ അല്ലാണ്ട് അവള് പറയണ കേട്ടൊരു പൊട്ടി പുറപ്പെട്ട് കൊണ്ട് വരുമോ? പിടിച്ചു വലിച്ചു കൊണ്ടുവന്നാ പിന്നെ എന്ത് ചെയ്യും? ഇതെന്താ സംശയം? ഞാൻ പറയട്ടെ. വാ. അതെ, ഉത്തമന്റെ രോഗകാര്യത്തില് ഇവൾക്ക് എന്തോ സംശയമുണ്ട്. എന്ത് സംശയം?
എന്റെ പങ്കിയാമ്മ ഉത്തമേട്ടന്റെ രോഗം കള്ളത്തരാണോന്ന് എനിക്ക് സംശയമുണ്ട്. എന്റെ കുട്ടി വെറുതെ ആവശ്യമില്ലാത്തവരൊന്ന് പറയല്ലേ. അവനാണെങ്കിൽ മരണം മനസ്സുകൊണ്ട് ഏതാണ്ട് ഉറപ്പിച്ച പോലെയാ. കണ്ണ് വരെ ദാനം ചെയ്യാന്ന് പറഞ്ഞു. അതൊക്കെ ശരിയായിരിക്കും, പക്ഷേ ഭക്ഷണം കഴിക്കുന്ന കണ്ടാലേ ഉടനെ ഒന്നും മരിക്കൂലാത്ത പോലെ ഭയങ്കര ആർത്തിയാ. കുട്ടി അത് അങ്ങനെ തന്നെയാണേ. മരിക്കണ സമയത്ത് എല്ലാ മനുഷ്യർക്കും ഒരു ആർത്തി ഉണ്ടാവും. എന്താ കാരണം? ജീവിതത്തിൽ ഇനി ഇത് അങ്ങോട്ട് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാവേ. അപ്പൊ അതാ നമ്മുടെ കുന്നമ്മലെ ആ വേലായുധേട്ടൻ 96 വയസ്സായിരുന്നു. ആള് മരിക്കാറായ സമയത്ത് തലേന്ന് വരെ പറമ്പിൽ ഇറങ്ങിയൊക്കെ നടന്നിരുന്ന ആളാ. ആള് മരിക്കാറായപ്പോ ഒരു കിടപ്പാത്ര കട്ടിൽ ചെന്നിട്ട് എന്നിട്ട് പേരക്കുട്ടീനെ വിളിച്ചു, ശശീന്ദ്രനെ. ഒന്നിവിടെ വന്നടാന്ന് പറഞ്ഞു. ചെന്നു. എന്താന്ന് ചോദിച്ചപ്പോ പറയാ ഇങ്ങനെ ഒരു ആക്ഷൻ. അവന് വിവരം മനസ്സിലായി. ഇവൻ നേരെ ചെന്നിട്ട് ഒരു ക്വാർട്ടർ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ അങ്ങോട്ട് കൊടുത്തു. അതൊരു മോന്തല്. അത് അങ്ങോട്ട് വെച്ചു. ഒന്ന് കിടന്ന് ഇങ്ങനെ വലിഞ്ഞൊന്നിങ്ങനെ നിന്നുത്രേ. കണ്ണങ്ങോട്ട് അടച്ചു. തീർന്നു. ഏയ് അപ്പൊ ആ അവസാന സമയത്തും മനുഷ്യന്റെ ആഗ്രഹം കണ്ടോ? അതാ മനുഷ്യൻ. പക്ഷെ അമ്മാവാ, ആ ഷായിനെ പറഞ്ഞ കണ്ട് പുച്ഛിച്ച് തള്ളൊന്നും വേണ്ട. ഇപ്പൊ എനിക്കും ചെറിയൊരു സംശയമൊക്കെ ഉണ്ട്. ഈ വേറെ ഡോക്ടറെ കാണണ്ടെന്ന് പറയണം, മരണത്തിന് തയ്യാറാന്ന് പറഞ്ഞതിലൊക്കെ എന്തോ ഒരു കള്ളത്തരം ഇല്ലേ? എന്ത് കള്ളത്തരം? ഇതാണ് ഈ അമ്മാവന്റെ കുഴപ്പം. അമ്മാവന് കള്ളത്തരങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. വെറുതെ അല്ല രാഷ്ട്രീയത്തിൽ അമ്മാവൻ ഗതി പിടിക്കാത്തത്. ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ കള്ളന്മാരില്ല. പിന്നെ എന്തിനാ കണ്ടുപിടിക്കാൻ നിൽക്കണേ? ഓ, നിങ്ങളെ പാർട്ടി കള്ളന്മാരുടെ ബസ് സ്റ്റാൻഡാണ്. ചെക്ക വെറുതെ നീ വഴി മാറി പോകണ്ട. നീ പറയാനുള്ളത് കാര്യം എന്താ വെച്ചാൽ അത് പറയും. അമ്മാവന് വേറൊരു കാര്യം അറിയോ? കുട്ടിക്കാലത്തേ ഒരിക്കല് ഉത്തമന് ഒരു വയറുവേന വന്നു. ഓർമ്മയുണ്ടോ? എന്നിട്ട് അയ്യോ എനിക്ക് വയറുവേന വേണമെങ്കിൽ അപ്പൊ മരിച്ചു പോയി, എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് കരഞ്ഞില്ലേ? ഓർമ്മയുണ്ടോ? എന്തൊരു ഓർമ്മയുടെ ഓർമ്മയുണ്ട്. അന്ന് ഞാനല്ലേ താലൂക്ക് ആശുപത്രിയിലേക്ക് എടുത്തോണ്ടായത് അവനെ. അവിടെ ചെന്നിട്ടോ ഒരു ഇഞ്ചക്ഷൻ വെക്കണേ നീ ചേക്കൻ കിടന്ന് കാണിച്ച് കാട്ടായ. ഓ, ആലോചിക്കാൻ വയ്യ. എന്നിട്ട് അവസാനം ഡോക്ടർ എന്താ പറഞ്ഞേ? വയറുവേനൊന്നും ഇല്ലായിരുന്നു അവന്. അവന്റെ കള്ളത്തരായിരുന്നത് സ്കൂളിൽ പോകാണ്ടിരിക്കാൻ. അതൊന്നല്ലടാ, ദഹനക്കേടിന്റെ ആയിരുന്നു. അന്നും തീറ്റയ്ക്ക് കുറവൊന്നുമില്ല. എന്റെ പങ്കിയാമ്മ ഒരു വയറുവേദന വന്നപ്പോ ഇത്രയും നിലവിളിച്ച് ആശുപത്രി പോയ ആളെ ഇത്രയും മാരകമായിട്ടൊരു അസുഖം വരുമ്പോ ചികിത്സിക്കാതിരിക്കുവോ? ചികിത്സിച്ചല്ലോ അവൻ. തമിഴ്നാട്ടിൽ എന്തോ വേൽപാണ്ഡ്യ മുത്തുവേൽപാണ്ഡ്യ മുത്തുവേൽപാണ്ഡ്യ എന്ന് പറഞ്ഞ ഡോക്ടറെ കാണിച്ചതല്ലേ? എന്റെ അമ്മാവ, അത് ഉത്തമേട്ടൻ പറഞ്ഞു കേട്ടുള്ള അറിവല്ലേ ഉള്ളു നമുക്ക്. ഇതിലെന്തോ ഒരു കള്ളത്തരമുണ്ട്. അമ്മാവാ, ഇപ്പൊ എനിക്കും ചെറിയൊരു സംശയം ഉണ്ട് കേട്ടോ. എന്ത് കള്ളത്തരം ഉണ്ടെങ്കിലും അത് നമ്മൾ കണ്ടുപിടിക്കണം. ഈ കള്ളത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പൊ നമ്മൾ ഇവിടുന്ന് വണ്ടി കയറി തമിഴ്നാട്ടിലേക്ക് പോകേണ്ടി വരുമോ? അതിനിപ്പോ തമിഴ്നാട് വരെ ഒന്നും പോകണ്ട. എന്റെ കയ്യിലൊരു നമ്പർ ഉണ്ട്. ആ ഡോക്ടറുടെ നമ്പർ നിന്റെ കയ്യിലുണ്ടോ? അതല്ല, ഇത് കണ്ടുപിടിക്കാൻ ഒരു ഐഡിയ എന്റെ കയ്യിലുണ്ടെന്ന്. സ്പൈ വർക്ക്. സ്പൈഡർമാനോ? സ്പൈഡർമാൻ അല്ല, സ്പൈ വർക്ക്. അതെന്താണ്? ചാരപ്രവൃത്തി. അതെ, നീ ഒറ്റയ്ക്കാണ് ചെയ്താൽ മതി, എന്നെ കൂട്ടണ്ടായിന്. അപ്പുണ്ണിയേട്ടൻ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. എനിക്കിതൊക്കെ ഒരു ത്രില്ല. കുറച്ച് നാളായിട്ട് ഒന്നും ചെയ്യാനില്ലാതിരിക്കുമായിരുന്നു. അവള് ചെയ്തോളൂ, മിടുക്കിയ കാര്യത്തിലൊക്കെ. ഇതെന്തായാലും ഞാൻ കണ്ടുപിടിക്കും. എങ്ങനെ നീ കണ്ടുപിടിക്കാൻ പോണേ? അക്ക എന്താ ഇങ്ങനെ സാരിയൊക്കെ എടുത്ത് വിഷമിച്ചിരിക്കുന്നേ? ഇനി എനിക്ക് എത്ര കാലം ഇങ്ങനത്തെ സാരിയൊക്കെ ഉടുക്കാൻ പറ്റാന്ന് ആലോചിക്കായിരുന്നു. അതെന്താ? മാമാവൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ വെള്ള സാരിയല്ലേ ഉടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ അങ്ങനെ അക്ക ഇങ്ങനെ വെറുതെ ഓരോന്ന് ആലോചിക്കാതെ. ഒന്നും വേണ്ട, ഒന്നും സംഭവിക്കില്ല. വിഷമിക്കല്ല കേട്ടോ. എന്നാലും മാമാവുടെ കാര്യം ആലോചിക്കുമ്പോഴേ ഒന്നും ഇല്ല എന്റെ അക്ക. ഇനിയിപ്പൊ അക്കയ്ക്ക് അത്ര വിഷമാണെങ്കില് ഒരു ദിവസം 3 സാരി വെച്ച് മാറി മാറി എടുത്തോ, ആഗ്രഹം തീരട്ടെ. ഷാഹിന, അല്ല, ഞാൻ അക്കയുടെ വിഷമം കണ്ടോണ്ട് പറഞ്ഞതാ. പിന്നെ ഞാൻ ഈ ഫോണൊന്നും ഇവിടെ കുത്തിയിട്ടോട്ടെ. അല്ല, എന്റെ റൂമിലെ പ്ലഗ് പോയിന്റ് കേടാ, അതുകൊണ്ടാ.
അച്ഛനെന്തിനാ എന്നോട് ചോദിക്കുന്നേ? നിങ്ങളെ വീട് തന്നെ. അയ്യോ അങ്ങനെയല്ല, അക്ക ഉത്തമേണ്ടല്ലേ ഇപ്പൊ ഈ റൂമിൽ താമസിക്കുന്നേ. അപ്പൊ നിങ്ങളോട് ചോദിച്ചിട്ട് കുത്തിയിടുന്നല്ലേ എന്റെ ഒരു മര്യാദ. മര്യാദ വിട്ട് വേറൊരു പരിപാടിക്ക് ഈ ഷായിനെ കിട്ടത്തില്ല. ഇതിപ്പോ സാറാമ്മയുടെ ഈ മുറി താമസിക്കുന്നെങ്കിൽ ഞാൻ മാഡത്തിനോട് ചോദിച്ചിട്ടേ കുത്തിയിടുള്ളായിരുന്നു. ഞാൻ ഒന്ന് കുത്തിയിട്ടെ. ഈ അമ്പിളിക്ക് എപ്പോഴും വിളിക്കും, അതാ പെട്ടെന്ന് ചാർജ് തീർന്നു പോവേ. അത് സ്നേഹം കൊണ്ടല്ലേ ഷാഹിന? എന്നാ പിന്നെ അക്കയുടെ പണി നടക്കട്ടെ, ഞാൻ അങ്ങോട്ട് പോന്നേ. ഉത്തമേട്ടാ സുഖാണോ? ഈ അസുഖമായിട്ടിരിക്കുന്ന എന്റെ മുഖത്ത് നോക്കി സുഖമാണോ എന്ന് ചോദിക്കാൻ എങ്ങനെ മനസ്സ് വന്നു ഷാഹിന? അയ്യോ ഞാൻ അത് പെട്ടെന്ന് മറന്നുപോയി. ഉത്തമേട്ട എന്നാ ചെന്ന് കിടക്ക്. ശരി ശരി, പുറത്തേക്കൊന്നും ഇറങ്ങണ്ട കേട്ടോ. ഇല്ല. അക്ക ദാ ഉത്തമേട്ടൻ വരുന്നു, നോക്കിക്കോണേ. എന്തായാലും എന്നാ നടുപ്പ് ശിവാജി ഗണേഷുമാരി ഇருக்கு. നീ എന്താ മോശമായിരുന്ന ഉർവശി മരതകം എന്തായിരുന്നു അഭിനയിച്ചത്? എന്തായാലും മാമാവൊക്കെ അസുഖമാണെന്ന് ഇവിടെ എല്ലാരും വിശ്വസിച്ച്. അതെ, ഈ ഐഡിയ ഞാൻ ആദ്യം പറഞ്ഞപ്പോ നീയല്ലേ പറ വർക്കൗട്ട് ആവൂലെന്ന്. ഇപ്പൊ മരിക്കാൻ പോണ രോഗിയാന്ന് പറഞ്ഞപ്പോഴേ ഇവിടെ എല്ലാവർക്കും എന്താ സ്നേഹമെന്നറിയാമോ? ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കുടിക്കാൻ ചോദിച്ചാൽ തരാത്ത എന്റെ അമ്മ ഇപ്പൊ എനിക്ക് വേണ്ടി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ കോഴിയുടെ പുറകെ ഓടിയേക്കുവാ. എന്തായാലും മാമാവുടെ മരണ ഐഡിയ സൂപ്പർ. ഈ അസുഖത്തിന്റെ പേരും പറഞ്ഞു നമ്മൾ രണ്ടുപേരും കുറച്ചു കാലം ഇവിടെ അടിച്ച് പൊളിച്ച് തിന്ന് കൊഴുത്തങ്ങ് നിൽക്കും. പിന്നെ അതുമല്ല ഈ പൊട്ടംകുണാപ്പന്മാരെ പറ്റിച്ചിട്ട് കുറച്ച് സാമ്പത്തികം കൂടി ഒപ്പിക്കണം. പക്ഷെ മാമ 1 മാസത്തിനകം മരിക്കുന്നല്ലേ പറഞ്ഞത്? അതെ. അപ്പൊ 1 മാസത്തിനകം മരിച്ചില്ലേ നമ്മൾ എന്ത് പറയും? അല്ല, 1 മാസം കഴിയുമ്പോ നമ്മൾ എന്ത് പറയും? അത് 1 മാസം കഴിയുമ്പോ ഈ പൊട്ടംകുണാപ്പന്മാരെ പറ്റിക്കാനാണ് പാട്. മെഡിക്കൽ മിറാക്കിൾ സംഭവിച്ചു, എന്റെ അസുഖം പൂർണ്ണമായി മാറി എന്ന് പറയും. എനിക്കൊരു കാര്യം അറിയാമോ? ഈ തറവാട് മൊത്തം മണ്ടംകുണാപ്പന്മാരുടെ ബഹളവും. അത് ശരിയാ. പിന്നെ മാമ 1 മാസത്തിനകം മരിക്കുമെന്ന് പറഞ്ഞില്ലേ അത് ഡോക്ടർ മുത്തുവേൽ പാണ്ഡ്യൻ? അത് ശരിക്കും ഡോക്ടർ തന്നെ. കാരണം ഇവിടുത്തെ ആൾക്കാർ ചോദിക്കുമ്പോ എനിക്ക് കറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ടാ. ഈ പൊട്ടി ഈ ജയിലർ സിനിമ നമ്മൾ രണ്ടുപേരും കൂടെ അല്ലേ പോയി കണ്ടത്? അതില് രജനി എന്നിട്ട് പേരെന്താ? ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ. അതിലെ ടൈഗർ എടുത്ത് ഞാൻ അങ്ങ് മാറ്റി അവിടെ ഡോക്ടർ വെച്ച് ഡോക്ടർ മുത്തുവേൽ പാണ്ഡ്യൻ. രജനികാന്താണ് എന്റെ ഡോക്ടർ. ഐഡിയ മാമ ചെല്ല. മാമാവൊക്കെ അസുഖമാണെന്ന് ഇവിടെ എല്ലാരും വിശ്വസിച്ച്. അതെ, ഈ ഐഡിയ ഞാൻ ആദ്യം പറഞ്ഞപ്പോ നീയല്ലേ പറ വർക്കൗട്ട് ആവൂലെന്ന്. ഇപ്പൊ മരിക്കാൻ പോണ രോഗിയാന്ന് പറഞ്ഞപ്പോഴേ ഇവിടെ എല്ലാവർക്കും എന്താ സ്നേഹമെന്നറിയാമോ? മനസ്സിലായോ സാറേ? ചോദിച്ചാൽ തരാത്ത എന്റെ അമ്മയാ. മനസ്സിലായി കുട്ടി, മനസ്സിലായി. തെണ്ടി കള്ളച്ചോറ് നിന്നിട്ടേ ഒരു പണിക്ക് പോകട്ടെ, ഇവിടെ വിട്ട് വിശ്രമിക്കാനാ എന്റെ ആഗ്രഹം. പോയിട്ട് 2 കൂട്ടത്തിനും ഞാൻ എല്ലാവരോടും സത്യം തുറന്നു പറയട്ടെ. വേണ്ട പുണ്ണി, അതിനൊന്നും ഇപ്പൊ നിക്കരുത്. അപ്പൊ ഇപ്പൊ എന്തായാലും വലിയൊരു നുണക്കതൊക്കെ ഉണ്ടാക്കി നമ്മളൊക്കെ പറ്റിച്ചിട്ട് അങ്ങോട്ട് കഴിയാനുള്ളൊരു പരിപാടിയിൽ നിൽക്കുകയാണല്ലോ. അപ്പൊ അവന്റെ നാടകം അങ്ങോട്ട് തുടരട്ടെ. അമ്മവ അവൻ ഈ തറവാടും അടിച്ചു മാറ്റി പോകൂട്ടാ. എന്റെ പങ്കിയമ്മ അത് ശരിയാ. വെറുതെ ഇവിടെ വിശ്രമിക്കാൻ വന്നൊന്നും ആയിരിക്കൂല. കൂടെ ലക്ഷ്യം കാണും മനസ്സില്. അവന് വേറെ ഗൂഢലക്ഷ്യമൊന്നുമില്ല. അവന്റെ ഗൂഢലക്ഷ്യം എന്താ വെച്ചാൽ ഈ അസുഖത്തിന്റെ നുണക്കഥയും പറഞ്ഞിട്ട് അപ്പച്ചിയുടെ കയ്യിൽ നിന്നും നമ്മള് ബന്ധുമിത്രാദികളുടെ കയ്യിൽ നിന്നൊക്കെ അത്യാവശ്യം കാശടിച്ചു മാറ്റണം. അതന്നെ അവന്റെ ലക്ഷ്യം.
അപ്പോ അവന്റെ ലക്ഷ്യത്തിലൂടെ അവൻ അങ്ങോട്ട് യാത്ര തുടരണം. അതന്നെ അവന്റെ ലക്ഷ്യം. അപ്പോ അവന്റെ ലക്ഷ്യത്തിലൂടെ അവൻ അങ്ങോട്ട് യാത്ര തുടരട്ടെ. നമ്മളൊക്കെ പൊട്ടന്മാരെന്നാ അവന്റെ വിചാരം. അങ്ങനെ ഒരു വിചാരം അവൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിനക്കും നല്ല പങ്കുണ്ടിട്ടാ പുണ്യേ. അപ്പൊ അമ്മാവന് വലിയ ബുദ്ധിയല്ലേ? ഇവിടെ ഷാഹിന്റെ ബുദ്ധിപരമായ നീക്കങ്ങൾ നടത്തിയോണ്ടപ്പോ ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ അതറിയോ? അതെ, നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നത് എന്നെ പുകഴ്ത്തുന്നത് നിർത്ത്. അമ്മാവാ, ഉത്തമേട്ടന്റെ അടുത്ത നീക്കങ്ങളെ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞു ചെറുക്കണം. കുട്ടി, അവൻ എന്തായാലും ഇങ്ങനെ വലിയൊരു നുണക്കഥയൊക്കെ ഉണ്ടാക്കി നമ്മളെ പറ്റിച്ചതാണല്ലോ. അപ്പൊ അവൻ അതങ്ങനെ അങ്ങോട്ട് തുടരട്ടെ. ഒരു യഥാർത്ഥ അസുഖക്കാരനാണെന്ന നിലയ്ക്കുള്ള എല്ലാ തരത്തിലുള്ള ഒരു പരിഗണനയും അവന് നമ്മൾ കൊടുക്കണം. അതായത് മരിക്കാൻ പോകുന്ന ഒരാൾക്ക് കൊടുക്കേണ്ട എല്ലാ ബഹുമാനവും നമ്മൾ കൊടുക്കണം, അങ്ങനെയാണോ? അതന്നെ. അങ്ങനെ അവന്റെ നാടകം അങ്ങോട്ട് തുടരട്ടെ. ഏത് വരെ അവൻ പോകുന്ന നമുക്ക് നോക്കാലോ. യഥാർത്ഥ മെഡിക്കൽ മിറാക്കിൾ എന്താണെന്നേ അവൻ അറിയാൻ പോണേല്ലോ. അമ്മാവാ, ഇനിയിപ്പൊ അഥവാ ഉത്തമയുടെ സത്യങ്ങളൊക്കെ അറിഞ്ഞാലേ ഞാനാ കണ്ടുപിടിച്ചെന്നുള്ള കാര്യം പറയല്ലേ. ചതിയുടെ ഇടയിൽ വഞ്ചനയില്ല.